വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ LDF-നുള്ളിൽ അതൃപ്തി. LDF യോഗത്തിൽ RJD വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ SFIക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് RJD ആവശ്യപ്പെട്ടു. വിഷയത്തിൽ LDF യോഗത്തിലും മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് രാവിലെ ചന്തു റിപ്പോർട്ട് ചെയ്തതിലും നമ്മൾ ഇത്തരത്തിൽ ഒരുപക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥികൾ മറുപടി പറയേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തീർച്ചയായും സിദ്ധാർത്ഥിന്റെ മരണവും അതിൽ പെടും എന്നുള്ളതാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് LDF യോഗത്തിൽ മുന്നണിയിൽ RJD രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ SFIക്ക് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് RJDയുടെ ആവശ്യമെന്ന് മനസ്സിലാകുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഈ LDF യോഗത്തിലും ഒരു അക്ഷരം മിണ്ടിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടരുന്നു. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ RJD തന്നെ വിമർശനം ഉന്നയിച്ചത്. LDF ഘടകകക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു RJDയുടെ പ്രതികരണം. RJD നേതാവ് വർഗീസ് ജോർജാണ് കഴിഞ്ഞ ദിവസത്തെ LDF യോഗത്തിൽ ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം അദ്ദേഹം LDF യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതിലാണ് അദ്ദേഹം വ്യക്തമായും പറഞ്ഞത്, ഇത്തരത്തിൽ ഇനി മേലിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ SFIക്ക് കർശന നിർദ്ദേശം നൽകണമെന്നൊരാവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ CPM നേതാക്കൾ കൂടുതലും SFIയെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു ഈ LDF യോഗത്തിൽ പ്രതികരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത്തരത്തിൽ മറുപടി പറയേണ്ടി വരും, ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ SFIക്ക് ഇനി മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും CBI അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ഉള്ളപ്പോഴും ഒക്കെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടരുന്നു. നേരത്തെ തന്നെ കരകൗശല നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ഒരു സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെച്ച് ചേർന്നപ്പോഴും ഇതേ വിഷയം സംഘടനാ നേതാക്കൾ അവിടെ പരസ്യമായി ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി ആ വേദിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ LDF യോഗത്തിലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും തിരഞ്ഞെടുപ്പെടുക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം SFIക്കാരാണ് ഇതിൽ പ്രതികളായിരിക്കുന്നത്. SFIക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നതെന്ന വിമർശനം പല കോളുകളിൽ നിന്നും ശക്തമാണ്. ഈ പ്രതികളെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ മുൻ MLAയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനമുണ്ട്. മാത്രമല്ല അയാളെ ഒടുവിൽ ജഡ്ജി പുറത്താക്കുകയായിരുന്നു, മജിസ്ട്രേറ്റ് പുറത്താക്കുകയായിരുന്നു. കാരണം കോടതി വളപ്പിൽ നിന്ന് ഈ പ്രതികൾക്കൊപ്പം അനുഗമിച്ച ആളെ പിന്തിരിപ്പിക്കാൻ പോലീസും ഒക്കെ ഇടപെട്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഭരണത്തിൻ്റെയൊക്കെ തണലിലായിരിക്കുമല്ലോ, വലിയ രീതിയിൽ പോലീസിനോടൊക്കെ ക്ഷുഭിതനാവുന്ന കാഴ്ചയായിരുന്നു. ഒടുവിൽ മജിസ്ട്രേറ്റ് തന്നെ ചേംബറിലേക്ക് കടന്നു ചെന്ന് ഇയാളെ പുറത്താക്കുകയായിരുന്നു. അത്തരത്തിൽ ഈ പാർട്ടി സംരക്ഷണമുണ്ട് എന്ന് ഈ പ്രതികൾ ആവർത്തിക്കുന്നതിൽ തെറ്റു പറയാനാകില്ല. കാരണം അത്തരത്തിലാണ് പാർട്ടി സംരക്ഷണം തണലും ഒരുക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ്, സംസ്ഥാനത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണല്ലോ ചന്തു, അല്ലേ? കാരണം പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്ന ആവശ്യം ശക്തം. മാത്രമല്ല RJD ഇത്തരത്തിൽ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം, കാരണം പൊതുജനങ്ങൾക്കിടയിലെ സംസാരം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നിലപാട്, ഒരു നിഷിദ്ധ നിലപാട് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം അപ്പോൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും കേരളം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം. അപ്പോഴും മുഖ്യമന്ത്രി തുടരുന്ന മൗനം അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മാവനും അടുത്ത ബന്ധുക്കളും കാണാൻ എത്തുന്നത്. 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം സിദ്ധാർത്ഥിന്റെ അച്ഛനെ അനുവദിച്ചിട്ടുണ്ട്. 11 മണിക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം CBI അന്വേഷണം വേണമെന്നാണ്.
മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നു, ചോദ്യം കിട്ടാത്ത ഉത്തരങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും CBI അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വയ്ക്കും. മാത്രമല്ല ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ പ്രതികളാക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കും. ഇതിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്ന കാര്യം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒരു CBI അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള മറുപടി സിദ്ധാർത്ഥിന്റെ അച്ഛന് നൽകുമോ എന്ന കാര്യം പ്രധാനമാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയോ ഒന്നും സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിക്കുന്നതിനൊന്നും തയ്യാറായിരുന്നില്ല. ഒരു ആശ്വാസവാക്ക് പറയുന്നതിന് പോലും തയ്യാറാകാത്ത സാഹചര്യവും വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്നും വളരെ അകലെയല്ലാതെ നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന വീട് സന്ദർശിക്കുന്നതിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, മന്ത്രിമാർ സന്ദർശിച്ചിട്ടില്ല, CPM നേതാക്കൾ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പല തരത്തിൽ ഈ പ്രസ്തുത വിഷയത്തിൽ നിന്നും സർക്കാരും CPM നേതാക്കളും ഒക്കെ ഒളിച്ചോടുന്ന സമീപനം തുടരെ ആണ്. ഇന്ന് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇതിൽ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി എന്തായാലും നിർണായകമാകും. ലക്ഷ്മി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ LDF-നുള്ളിൽ അതൃപ്തിയുണ്ട്. LDF യോഗത്തിൽ RJD വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ SFIക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും RJD ആവശ്യപ്പെട്ടു. മാത്രമല്ല കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.